മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ് ക്രിസ്റ്റഫർ മക്വയർ ഡയറക്ട് ചെയ്ത് ടോം ക്രൂസ് പ്രധാന വേഷത്തിൽ വന്ന ഈ ഇംഗ്ലീഷ് ആക്ഷൻ സ്പൈ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഇത് MI ഫ്രാഞ്ചൈസിലെ 8ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ്. അതോടൊപ്പം 2023 റിലീസായ ലാസ്റ്റ് മിഷൻ ഇമ്പോസിബിൾ പടം മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കണിംഗ് പാർട്ട് 1ന്റെ ഡയറക്ട് സീക്വലുമാണ്. സോ തീർച്ചയായിട്ടും മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിലെ എല്ലാ സിനിമകളും കണ്ടവർക്കായിരിക്കും ഈ പടം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. ഇനി എല്ലാം തന്നെ പെട്ടെന്ന് കാണാൻ പറ്റാത്ത ആൾക്കാർ, ഉടൻ തന്നെ ഇത് തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഫിലിംസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് പടം, ഏറ്റവും ആദ്യത്തെ മിഷൻ ഇമ്പോസിബിൾ ഉണ്ടല്ലോ, 96 ഇറങ്ങിയത്, അത്. പിന്നെ മിഷൻ ഇമ്പോസിബിൾ 3 ഉണ്ട്, അതായത് നായകൻ ഏതൻ ഹണ്ടിന്റെ ഭാര്യയായിട്ട് ജൂലിയ വരുന്ന പടം. പിന്നെ എന്തായാലും തീർച്ചയായിട്ടും ലാസ്റ്റ് ഇറങ്ങിയ പടം, അതായത് 7ാമത്തെ പടം മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കണിംഗ്, അതും കാണണം. കാരണം അതിന്റെ ഡയറക്റ്റ് സെക്കൻഡ് പാർട്ട് ആണല്ലോ ഈ സിനിമ. അപ്പോൾ ഇത്രയും പടങ്ങളെങ്കിലും കാണുക. ബാക്കി സിനിമകളുടെയൊക്കെ എക്സ്പ്ലനേഷൻ വളരെ കുറഞ്ഞ മിനിറ്റിലുള്ള വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. അതും കൂടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പടം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. പതിവ് പോലെ രക്ഷിക്കൽ തന്നെയാണ് ഇത്തവണയും മെയിൻ പ്ലോട്ട്. ഇത്തവണത്തെ മിഷനിൽ ലോകം മുഴുവനുമാണ് രക്ഷിക്കുന്നത് എന്ന് മാത്രം. ഇപ്രാവശ്യത്തെ വില്ലൻ കഴിഞ്ഞ പാർട്ടിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആയ എൻറ്റിറ്റി എന്ന് പറയുന്ന ലോകം മുഴുവനും കീഴ്പ്പെടുത്താൻ കെൽപ്പുള്ള ഒരു AI സപ്പോർട്ടഡ് ത്രെട്ട് ആണ്. ഏതൻ ഹണ്ടും ടീം അംഗങ്ങളും അതിനെ കീഴ്പ്പെടുത്തിയോ എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. എനിക്ക് ഈ ഫ്രാഞ്ചൈസ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ ആസ്വദിച്ച് തന്നെയാണ് ഈ പാർട്ടും കണ്ടത്. ഇത്തവണ പടം കുറച്ചുകൂടി ക്ലാസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ ഇത്തവണ എന്താണെന്ന് വെച്ചാൽ പടം കുറച്ച് സ്ലോ ആണ്. ഇവർ ഈ ഫുൾ ഫ്രാഞ്ചൈസിന് ഒരു ട്രിബ്യൂട്ട് പോലെയാണ് ഈ ഒരു എപ്പിസോഡ് ഒരുക്കിയിരിക്കുന്നത്. അപ്പം പഴയ കുറെ പടങ്ങളുടെ റെഫറൻസ് വരുന്നുണ്ട്, കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. പടം കുറച്ചുകൂടി ഇമോഷണൽ ആണ് ഇത്തവണ എന്ന് പറയാം. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഡയലോഗ് ഒന്നുമില്ലാത്ത ഒരു സബ്മറൈനിലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സീനുണ്ട്. അത് കിടുവായിരുന്നു. സോ അതാണ് ഈ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. അതുപോലെ തന്നെ ലാസ്റ്റിലെ ഒരു 20-25 മിനിറ്റ് ഒരു പ്ലെയിനിലെ ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അതും ഭയങ്കര രസമാണ്. ഇത് രണ്ടും കൊണ്ട് തന്നെ നമുക്ക് പടം കാണുന്നത് മുതലാകും. ഇത്തവണ ഇവർ അമേരിക്കൻ പ്രസിഡന്റിനെയും രാജ്യസ്നേഹമൊക്കെ കൊണ്ടുവന്ന് അമേരിക്കക്കാർക്ക് കുറച്ചുകൂടി ഒരു രോമഹർഷമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് പടം ഒരുക്കിയേക്കുന്നത്. പിന്നെ MI ഫ്രാഞ്ചൈസിന്റെ മുഖമുദ്രയായ മുഖം മൂടി പരിപാടി ഉണ്ടല്ലോ, അത് ഇത്തവണ ഉണ്ട്, ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പെർഫോമൻസിൽ പതിവ് പോലെ ടോം ക്രൂസ് ആക്ഷൻ സീക്വൻസുകളൊക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഒഹയോ സബ്മറൈനിലുള്ള ആ ഒരു അടി, പിന്നെ സോഴ്സ് കോഡ് തേടി തകർന്ന ആ ഒരു സബ്മറൈനിലേക്ക് അതിന്റെ അടിയിലേക്ക് പോകുന്ന കാഴ്ചകൾ, പ്ലെയിനിലെ ആക്ഷൻ സീക്വൻസ് ഒക്കെ കിടുവായിരുന്നു. പുള്ളി ഈ പ്രായത്തിലും ആക്ഷൻ സീക്വൻസുകൾ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്യുന്നതിന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കണം. നെക്സ്റ്റ് നമ്മുടെ നായിക ഗ്രേസ് ആയിട്ട് വന്ന ഹെയ്ലി ആറ്റ്വെൽ, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയിലെ ഏജന്റ് കാർട്ടർ. കഴിഞ്ഞ എപ്പിസോഡിലെ പോലെ തന്നെ ഇത്തവണയും നല്ല പ്രാധാന്യമുള്ള റോളാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ആണല്ലോ പുള്ളിക്കാരുടെ മെയിൻ സംഭവം. കഥയിലെ എല്ലാവർക്കും, ചെറിയ റോൾസിൽ വരുന്ന ആൾക്കാർക്ക് പോലും നല്ല പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് ഈ സീരീസിന്റെ പ്രത്യേകത. അതുപോലെ ഈ സീരീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയത്, അല്ലെങ്കിൽ വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനോടും ഒരു പേഴ്സണൽ ഇഷ്ടം തോന്നും എന്നുള്ളതാണ്. ഇപ്പൊ ഗ്രേസ് ആയാലും ടീമിലെ മറ്റംഗങ്ങൾ, ലൂതർ, ബെഞ്ചി, കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന പാരിസ് ഉണ്ട്, കിഡു ആക്ഷനാണ്, പുള്ളിക്കാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത്തവണ വില്യം ഡൺലോ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്, അത് ഫസ്റ്റ് പാർട്ടിൽ ആദ്യത്തെ മിഷൻ ഇമ്പോസിബിൾ വരുന്നതാണ്. പുള്ളിയുടെ ഭാര്യ, പിന്നെ ഡഗ്ഗാസ്, അങ്ങനെ എല്ലാവരോടും നമുക്ക് ഇഷ്ടം തോന്നും. എല്ലാവരുടെയും നല്ല പെർഫോമൻസുമാണ്. ഇനി ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിലും അതുപോലെ എല്ലാം കിടലാണ്. ക്യാമറ, എഡിറ്റിംഗ്, VFX എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആണ്. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ തീം ഉണ്ടല്ലോ, ഈ ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്നവരെ കോൾമയിർ കൊള്ളിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് തീം എന്ന് പറയാം. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇപ്പം ജെയിംസ് ബോണ്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കഴിഞ്ഞാൽ ഇത്രയധികം പോപ്പുലർ ആയിട്ടുള്ള വേറെ ഒന്നുണ്ടോ എന്ന് സംശയമാണ്. കിടിലൻ ആക്ഷൻ സീക്വൻസും ഇതിന്റെ പ്രത്യേകതയാണ്. സോ മൊത്തത്തിൽ ടെക്നിക്കലി ടോപ്പ് നോച്ച് ആണ് പടം എന്ന് പറയാം. ഇനി ഈ പാർട്ടിന്റെ നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ, പടം വളരെ ലെങ്തി ആണ്. ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്, പതിവിലധികം ഡയലോഗ്സ് ഉണ്ടെന്ന് പറയാം. അവർ ഈ ഫ്രാഞ്ചൈസിന് ഒരു ഫെയർവെൽ പോലെ പടം ഒരുക്കിയേക്കുന്നതുകൊണ്ട് പഴയ ഓർമ്മകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഡയലോഗുകളൊക്കെ പടത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ചിലർക്ക് നന്നായിട്ട് മുഷിയാനുള്ള, കുറച്ച് ലാഗ് അടിക്കാനുള്ള, ചിലർക്ക് ഉറക്കം വന്നേക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതെല്ലാം കൊണ്ട് പടം കുറച്ച് സ്ട്രെച്ച് ആയിട്ടുണ്ട്, അത് ഫീൽ ആകുന്നുമുണ്ട്. പഴയ സിനിമകളുടെ അത്രയും ആക്ഷൻ ആൻഡ് ത്രില്ലിംഗ് സീൻസ് ഈ പടത്തിൽ കുറവാണെന്ന് എനിക്ക് തോന്നി. സോ അത്രയും ആക്ഷൻ പ്രതീക്ഷിച്ച് പോയാൽ കുറച്ച് നിരാശ നിങ്ങൾക്ക് സമ്മാനിക്കാനുള്ള സാധ്യതയുണ്ട്. എനിക്കാണെങ്കിലും ഇതിന് തൊട്ട് മുമ്പുള്ള പാർട്ടില് ഡെഡ് റെക്കണിംഗിലെ ത്രില്ലിംഗ് ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടല്ലോ, ട്രെയിനിന്റെയും പിന്നെ ആ മഞ്ഞ ഫിയറ്റ് കാർ വെച്ചിട്ടുള്ള ആ ഒരു കാർ ചേസിംഗ് സീനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അത്രയ്ക്കൊന്നും ത്രില്ലിംഗ് മൊമെന്റ്സ് ഇതിലില്ല എന്ന് പറയാം, അത് സത്യമാണ്. പക്ഷേ ഈ പടത്തിലുള്ള ഞാൻ ആദ്യം പറഞ്ഞ ആക്ഷൻ അഡ്വഞ്ചറസ് ഭാഗങ്ങളൊക്കെ കിടുവാണ് താനും. ഈ പടം കാണാനായിട്ട് ആൾക്കാർ വരുന്നത് തന്നെ ഈ ആക്ഷൻ സീക്വൻസുകൾ കണ്ട് ആസ്വദിക്കാനാണല്ലോ. ആകമത്തിൽ ടോട്ടലിൽ ഒരു വർത്ത് വാച്ച് പടം തന്നെയാണ് മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ്. കുറെ ത്രില്ലിംഗ് ആക്ഷൻ
അഡ്വഞ്ചറസ് പോർഷൻ ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടം കൂടിയാണ്. സോ കാണുന്നവർ നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള നല്ല തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. എനിക്ക് പേഴ്സണലി പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പടം 18+ ഒന്നുമല്ല, ഒരു R-rated ആക്ഷൻ സീക്വൻസ് സത്യത്തിൽ പടത്തിന്റെ ഫസ്റ്റിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് അവർ എടുത്തേക്കുന്നത് വളരെ ബുദ്ധിപൂർവ്വം ഇപ്പം കുറച്ച് പഴയ സ്റ്റൈലാണ്. ഈ വയലൻസ് നമ്മളെ കാണിക്കാതെ നായികയുടെ മുഖത്തെ എക്സ്പ്രഷൻ മാത്രം കാണിച്ചുകൊണ്ട് അങ്ങനെ അവർ പടം ആക്കി മാറ്റി എന്ന് പറയാം. 2 മണിക്കൂർ 46 മിനിറ്റാണ് പടത്തിന്റെ റൺ ടൈം. അപ്പൊ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. പിന്നെ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ റിവ്യൂ വീഡിയോ 5 സെക്കൻഡിനുള്ളിൽ ഓട്ടോ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും കേട്ടോ. ചുമ്മാ. അപ്പൊ ശരി എന്നാ.